ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഈസി ഗാർലിക് എഗ് മാഗി ആണ് കേട്ടോ. ഒരു ബാച്ചിലർ റെസിപ്പി അല്ലെങ്കിൽ ഒരു കോളേജ് റെസിപ്പി വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു 4 മാഗിയുടെ എടുത്തിട്ടുണ്ട്. അതിൽ പക്ഷേ നമ്മൾ മസാല ഒരു പാക്കറ്റ് എടുക്കുള്ളൂ. 4 പാക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു വലിയ സൈസ് സവോള ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ മാഗി മുങ്ങിയിട്ട് വേവാനുള്ള വെള്ളം മുങ്ങി വേവണം, അതിനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ 4 പാക്കറ്റും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടുത്ത് തന്നെ നിൽക്കുക. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ മാഗി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം. അത് നമ്മൾ മറ്റേ നൂഡിൽസൊക്കെ വേവിക്കുന്ന പോലെ പെട്ടെന്ന് ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാമെന്നൊന്നും വിചാരിക്കേണ്ട, മാഗി പെട്ടെന്നാവും. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വേരിയേഷനാണ് കേട്ടോളൂ. മാഗിയിൽ വരുന്ന ഒരു വേരിയേഷനാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിനെ വാർത്ത് വെക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോവാം. ഇനി ഞാൻ ചെയ്യാൻ പോണത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സാധാരണ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ബട്ടർ വേണമെങ്കിലും ഇടാം. ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവോള നീളത്തിൽ മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഗാർലിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ഗാർലിക് ഇടാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗാർലിക് ഗ്രാന്യൂൾസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ഗാർലിക് ഗ്രാന്യൂൾസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക കേട്ടോളൂ. നല്ല മണമായിരിക്കും. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നല്ല പോലെ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു 4-5 മുട്ട നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് അതും കൂടി ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക. അതായത് ചിക്കണോ എന്ന് ചോദിച്ചാൽ ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും ഒന്ന് മിക്സായിട്ട് അതിൽ കൂടെ വന്നാൽ മാത്രം മതി. ഈ വന്നിരിക്കുന്ന ആ ഒരു മുട്ടയുടെ ഇതിലേക്ക് നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന മാഗിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു പാക്കറ്റ് മാഗി മസാല പൗഡർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. 4 എണ്ണത്തിൽ 4 ഉണ്ട്, പക്ഷെ ഞാൻ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ആ 4 എണ്ണത്തിലത്തെ ഒരെണ്ണത്തിനെ എടുത്തിട്ട് ഇതിലേക്ക് കൂടെ ഇട്ട് കൊടുക്കുക. ആ ലൈറ്റ് മസാല മതിയിട്ടുള്ളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പലവർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സമയങ്ങളിൽ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നമ്മുടെ നൂഡിൽസിനെ സെർവ് ചെയ്യും. അതിന് പകരം ഇപ്പോൾ ഉള്ള ആ ഒരു സ്റ്റിക്കിനെസ്സിന് പകരം ഒന്നും കൂടി ലൈറ്റായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ, അതായത് ഇളം വെതുപ്പിൽ കിടന്നിട്ട് ഇളം തീയിൽ കിടന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആവട്ടെ. നല്ല ഡ്രൈ ആവണ സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒട്ടുന്ന പരുവൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് നല്ല പോലെ ഡ്രൈ ആക്കാൻ അനുവദിക്കുക. അത് ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കണം. ഒരു 10-15 മിനിറ്റോളം എടുക്കും. വെറുതെ ഇളക്കിയിട്ട് അതിനെ ഇങ്ങനെ ഉടയ്ക്കേണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതാ ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ എന്താണെന്നറിയോ, ഞാൻ ഒരു ആഴ്ച ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രേക്കിൻ്റെ സമയത്ത് ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. കുട്ടികൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും ഡിന്നർ എനിക്ക് കഴിക്കാൻ അനുവാദം ഉള്ളതുകൊണ്ട് ഞാനും ഡിന്നർ കഴിച്ചു. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കെച്ചപ്പ് കൂട്ടി കഴിക്കാനാണ്. വരൂ കഴിക്കാം. അപ്പോൾ ഈ ആഴ്ച എൻ്റെ എന്താ പറയുക, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒന്നും തന്നെ ഈ ആഴ്ചയിൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് ഇടയിലൊരു 2 ബ്രേക്ക് വരും. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഭക്ഷണം കഴിച്ച് ആ സമയത്ത് വീണ്ടും പിന്നെ എടുക്കാൻ, അപ്പോൾ ഞാൻ വിചാരിച്ചു 1 വീക്ക് ഒന്ന് ബ്രേക്ക് കൊടുക്കാം. വേണ്ടതൊക്കെ കഴിക്കാൻ പറ്റണ സമയത്ത് കഴിക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ഗാർലിക് എഗ് മാഗിയാണ്. ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. കഴിക്കട്ടെ. സൂപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ ഇടാം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എനിക്കറിയാം, അത് ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. Till then, take care and bye-bye. Vinny's Kitchen.